ബാംഗ്ലൂർ നഗരത്തിലെ ഇരുണ്ടതും വിജനവുമായൊരു ചെറിയ വഴിയിലൂടെ ഹരിപ്രിയ പ്രാണനം കൊണ്ട് ഓടുകയാണ്. തണുപ്പും പേടിയും കാരണം അവളുടെ ശരീരം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഹൃദയം വളരെ വേഗത്തിൽ മിടിക്കുന്നുണ്ട്. പുറകെ ഭയപ്പെടുത്തുന്ന രൂപമുള്ള 3 ഗുണ്ടകൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് ഓടി വരികയാണ്. ചെളിയിൽ തെന്നി വീഴാൻ പോകുന്നുണ്ടെങ്കിലും അവൾ എങ്ങനെയൊക്കെയോ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കുതിച്ചു. കുറച്ചു ദൂരം ഓടിയപ്പോൾ അവൾ തെരുവിന്റെ ഒരറ്റത്തെത്തുകയും മുന്നിൽ ഇനി വഴിയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇനി ഞാൻ എങ്ങനെ? അവൾ വിറയിലൂടെ കൂടെ ചിന്തിച്ചു. മുന്നിൽ വളരെ വലിയൊരു ഇരുണ്ട മതിൽ മാത്രം. അവളെ പിന്തുടർന്ന ആ 3 പേരും വളരെ മോശമായി സംസാരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. ഇല്ല, തനിക്കിനെ രക്ഷപ്പെടാനാവില്ല, എന്റെ അമ്മ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങി. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അവൾ ചുറ്റും നോക്കി. അവിടെ സൈഡിലായി ഒരു ബലമില്ലാത്ത തടിക്കഷ്ണം കണ്ടതും അതെടുത്ത് തന്റെ മുന്നിലായി പിടിച്ചുകൊണ്ട് അവൾ അലറി, എന്റെ അടുത്തേക്ക് വരരുത്! അവർ അത് കണ്ട് ചിരിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു. ആ വടിയിലായി പിടുത്തമിട്ടു. എന്തൊക്കെയോ പരസ്പരം പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഒരു വലിയ ശബ്ദത്തോടെ കറുത്ത നിറത്തിലുള്ള വളരെ വില കൂടിയ ഒരു കാർ ആ വഴിയുടെ തുടക്കത്തിൽ വന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിന്നത്. ശബ്ദം കേട്ട ആ മൂവർ അങ്ങോട്ട് നോക്കി. ആ കാറിൽ നിന്നും വളരെ ശാന്തനായൊരു ചെറുപ്പക്കാരൻ പുറത്തേക്കിറങ്ങി. അവൻ നേരെ ആ ഗുണ്ടകളുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. അവൻ അവരെ കണ്ടിട്ട് ഒട്ടും പേടി തോന്നുന്നില്ല എന്നവൾക്ക് തോന്നി. ആരയാള്? ഇവരുടെ കൂടെ തന്നെ ഉള്ളവനാണോ? ഈശ്വര, ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും? അവൾ ആലോചിച്ചു. പെട്ടെന്നാണ് ആ ചെറുപ്പക്കാരൻ എന്തൊക്കെയോ അവരെ നോക്കി പറഞ്ഞത്. അതിന് മറുപടിയായി അവരും എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ഹരിപ്രിയയ്ക്ക് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പൊടുന്നനെ ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്ന് മൂന്നാമനിൽ ഒരുവന്റെ താടിയിൽ നോക്കി ഒരിടി കൊടുത്തു. ഇടിയുടെ ആഘാതത്തിൽ അവൻ മലർന്ന് താഴെ വീണു. ദിസ് ഈസ് കോൾ അപ്പർ കട്ട്, അവൻ ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു. പിന്നെ അവിടെ നടന്നത് സിനിമയെ വെല്ലുന്ന ഫൈറ്റ് സീൻ ആയിരുന്നു. ആ 2 ഗുണ്ടകളും ചേർന്ന് അവനെ വളഞ്ഞിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അസാധ്യമായ മെയ്വഴക്കത്തോടെ അവയെല്ലാം തടയുക മാത്രമല്ല, നിമിഷ നേരങ്ങൾക്കകം അവരെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തു. ഇടികൊണ്ട് വീണ അവർ അധിക നേരം കളയാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്തായാലും വെറുതെ ഇരുന്നപ്പോ ബോക്സിംഗ് പഠിച്ചത് ഗുണായി, അവൻ സ്വയം പറഞ്ഞുകൊണ്ട് ഹരിപ്രിയയുടെ നേരെ തിരിഞ്ഞു. അറിയോ ഓക്കെ മിസ്? അവനത് ചോദിച്ചതും അവൾ തന്റെ കയ്യിലെ വടിയുടെ പിടിവിട്ട് ആ മതിലിൽ ചാരിയിരുന്ന് ഉറക്കെ കരയാൻ തുടങ്ങി. എനിക്കറിയാതെ അവര്. കരയുന്നതിനിടയിൽ വാക്കുകൾ രൂപപ്പെടുത്താൻ അവൾ നന്നേ ബുദ്ധിമുട്ടി. താൻ മലയാളിയാണോ? അവൻ അവളുടെ അടുക്കലായി വന്ന് അവൾക്ക് അഭിമുഖമായി ഇരുന്നു കൊണ്ട് ചോദിച്ചു. പെട്ടെന്നാണ് ദൂരത്തു നിന്നും പോലീസിന്റെ സൈറൺ ശബ്ദം കേൾക്കുന്നത്. പോലീസ് വന്നാൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാകുമെന്ന് അവനറിയാം. അവൻ പെട്ടെന്ന് ഹരിപ്രിയയുടെ കയ്യിൽ പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു. അവളുടെ കൈ വിടാതെ തന്നെ അവളെ വലിച്ചുകൊണ്ട് തന്റെ കാറിലേക്ക് നടന്നു. ബാക്കിയൊക്കെ പിന്നെ പറയാം, പോലീസ് വന്നാൽ ഫുള്ള് കുളമാവും. ഇപ്പം തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് മാറാം. അവൻ അവളെ കാറിന്റെ കോ പാസഞ്ചർ സീറ്റിലേക്ക് ഇരുത്തി. സീറ്റ് ബെൽറ്റും ഇട്ടുകൊടുത്തതിന് ശേഷം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി വേഗത്തിൽ കാർ ഓടിച്ചു. കുറച്ചു നിമിഷങ്ങൾക്കകം അവർ മെയിൻ റോഡിലേക്ക് കടന്നിരുന്നു. ഹരിപ്രിയയ്ക്ക് ഇപ്പോഴും എന്താ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അത് കണ്ടതും അവൻ തന്റെ കാറിനുള്ളിലിരുന്ന ഒരു കുപ്പി വെള്ളം അവൾക്ക് നേരെ നീട്ടി. താനിത് കുടിക്കേ, എന്നിട്ട് സംസാരിക്കാം. പക്ഷേ അവളത് വാങ്ങിയതല്ലാതെ കുടിക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ പേടി ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് അവന് മനസ്സിലായി. അല്ല, എങ്ങനെ മാറും? താനും അവൾക്കൊരു അപരിചിതനല്ലേ? അവൻ പെട്ടെന്ന് തന്നെ കാർ ഒരു സൈഡിൽ ഒതുക്കിയതിനു ശേഷം അവളോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ദക്ഷിൺ, മലയാളിയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഞാനിവിടെ അടുത്തൊരു കഫേയിൽ നിന്ന് വരുമ്പോഴാ അവര് തന്നെ ഓടിക്കുന്നത് കണ്ടത്. പന്തിയല്ലെന്ന് തോന്നിയതുകൊണ്ടാണ് ഇടപെട്ടത്. പേടിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം അവളുടെ കയ്യിൽ നിന്ന് ആ കുപ്പി വാങ്ങി അവൻ കുറച്ച് വെള്ളം കുടിച്ചു. ഇതിലൊന്നുമില്ല, തനിക്ക് ധൈര്യമായിട്ട് കുടിക്കാം. കുറച്ച് കുടിച്ചോളൂ, റിലാക്സ് ആവാൻ ഹെൽപ്പ് ചെയ്യും. അവൻ പറയുന്നത് കേട്ടിട്ട് അവൾക്ക് എന്തോ അവനെ വിശ്വസിക്കാമെന്ന് തോന്നി. അവൾ ആ വെള്ളം കുടിക്കുകയും ചെയ്തു. തനിക്ക് എങ്ങോട്ടാ പോവണ്ടേ? ഞാൻ കൊണ്ടാക്കി തരാം, അവൻ ചോദിച്ചപ്പോഴേക്കും അവൾ വീണ്ടും കരയാൻ തുടങ്ങി. എന്നാ നമുക്കൊരു ചായ കുടിച്ചാലോ? അതും പറഞ്ഞുകൊണ്ട് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അടുത്തായി ഒരു ചെറിയ മാടക്കടയ്ക്കടുത്ത് നിർത്തി 2 പേരും ഇറങ്ങി. ദക്ഷിൺ ചായ വാങ്ങി വരുമ്പോഴേക്കും ഹരിപ്രിയ ഏകദേശം ഓക്കെ ആയിരുന്നു. അവൾ അവന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങിയതിനു ശേഷം പറഞ്ഞു തുടങ്ങി. എനിക്ക് കൊച്ചിയിലേക്കാ പോകേണ്ടത്. അങ്ങോട്ടേക്ക് ബസ് കിട്ടുന്ന എവിടെയെങ്കിലും എന്നെ ആക്കി തരാമോ? ഞാൻ പൊക്കോളാം. അവൾ പറഞ്ഞതും അവൻ അവളെ അടിമുടി ഒന്ന് നോക്കി. കയ്യിൽ ബാഗോ മറ്റു സാധനങ്ങളോ ഉണ്ടായിരുന്നില്ല അവൾക്ക്. അവന്റെ നോട്ടത്തിൽ നിന്ന് അവൻ എന്താ ചിന്തിക്കുന്നത് എന്നവൾക്ക് മനസ്സിലായിരുന്നു. ഞാനിവിടെ ഒരു ജോബ് ഇന്റർവ്യൂവിന് വന്നതാ.
ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ ഏജന്റ് എൻ്റെ ബാഗൊക്കെ തട്ടിയെടുത്ത് കടന്നു കളഞ്ഞു. ആ ചേച്ചിയാണ് ഇനി ഇവരുടെ അടുക്കല്. അവളുടെ വാക്കുകൾ മുറിഞ്ഞുപോയി. താൻ പേടിക്കണ്ട, ഞാനിപ്പോൾ തനിക്കൊരു ബസ് ബുക്ക് ചെയ്തുതരാം. സ്ലീപ്പർ മതിയോ? അതും പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ ഫോൺ എടുത്തു. അയ്യോ സാർ, അതൊന്നും വേണ്ട. എനിക്കൊരു KSRTC ബസ് പിടിച്ചു തന്നാൽ മതി, ഞാൻ പൊക്കോളാം. അവളെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല എന്ന് അവനും തോന്നി. അവളുടെ കലങ്ങി മറിഞ്ഞ കണ്ണുകൾ കാണുമ്പോൾ അവൻ എന്ത് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടായിരുന്നു. അവൻ അവളെയും കൊണ്ട് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നു. അവിടെ നിന്ന് കൊച്ചിയിലേക്ക് ടിക്കറ്റ് എടുത്ത് ഒരു കുപ്പി വെള്ളവും 2 ചിപ്സ് പാക്കറ്റും വാങ്ങി അവിടെ ബസ്സിനായി കാത്തിരുന്നു. സാർ, എൻ്റെ കൂടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനിനി പൊക്കോളാം. അവൾ പറഞ്ഞതിന് ദേഷ്യം നിറഞ്ഞൊരു നോട്ടമായിരുന്നു മറുപടി. അങ്ങനെ ഒരാൾ ഉപേക്ഷിച്ചു പോകുന്ന ആളൊന്നുമല്ല ഞാൻ, തന്നെ കയറ്റി വിട്ടിട്ടേ പോകുന്നുള്ളൂ. ശേഷം അവർ രണ്ടുപേരും അവിടെ തന്നെ ഇരുന്നു. താങ്ക് യു സോ മച്ച്, സാർ ഇല്ലായിരുന്നേ. അവൾ വീണ്ടും കരയാൻ തുടങ്ങിയപ്പോൾ അവൻ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, സി മിസ് പ്രിയ, ഹരിപ്രിയ. അവൻ തന്റെ പേരിനായി വെയിറ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി അവൾ പറഞ്ഞു. അവൾ വിക്കി പറഞ്ഞു, ഹാ പ്രിയ, ഒന്നാമത് എന്നെങ്ങനെ സാർ എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. രണ്ടാമത് ആ സമയത്ത് വേറെ ആരും ചെയ്യുന്നതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. തന്റെ താങ്ക്സ് ഞാൻ വരവ് വെച്ചിരിക്കുന്നു. അല്ല, കൊച്ചിയിലെവിടാ? പെട്ടെന്ന് തന്നെ അവൻ വിഷയം മാറ്റി ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി. ചുമ്മാ വിഷയം മാറ്റാൻ ചോദിച്ചെന്നേ ഉള്ളൂ, പറയണമെന്നില്ല. അവനൊരു കുസൃതി ചിരിയോടെ പറഞ്ഞു. പെട്ടെന്ന് തന്നെ കൊച്ചിയിലേക്കുള്ള ബസ് അവിടേക്ക് വന്നു. ദക്ഷൻ ടിക്കറ്റും സാധനങ്ങളും അവളെ ഏൽപ്പിച്ചതിന് ശേഷം സീറ്റ് തപ്പിപ്പിടിച്ച് അവളെ ഇരിക്കാൻ സഹായിച്ചു. സർ, അല്ല, ദക്ഷിൻ ഫോണൊന്ന് തരാമോ? അവൻ ഫോൺ കൊടുത്തപ്പോൾ അവൾ തന്റെ നമ്പർ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എൻ്റെ ഫോണും പ്രശ്നത്തിൽ പോയി. നാട്ടിലെത്തിയാൽ തന്നെ ഞാൻ ഈ കാശ് അയച്ചു തന്നേക്കാം, എന്നെ വിളിച്ചാൽ മതി. ദക്ഷൻ എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും കണ്ടക്ടർ ബെല്ലടിച്ചിരുന്നു. അവളെ നോക്കി ഒന്ന് ചിരിച്ചതിന് ശേഷം അവനൊരു 500 രൂപ അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി അവളുടെ സീറ്റിനരികിലുള്ള ജനലിന്റെ സൈഡിലായി നിന്നു. ബസ് പതുക്കെ നീങ്ങിത്തുടങ്ങി. അവൾ നിറക്കണ്ണുകളോടെ അവനെ നോക്കി പോട്ടെ എന്ന് തലക്കുലിക്ക് കാണിച്ചു. ആ ബസ് മറയുന്നത് വരെ അവൻ അവിടെ തന്നെ നിന്നു. ശേഷം തന്റെ ഫോണിൽ അവൾ ടൈപ്പ് ചെയ്ത നമ്പർ നോക്കി മെല്ലെ പറഞ്ഞു, ഹരിപ്രിയ. കൊച്ചിയിലെ രാജകൊട്ടാരം പോലെയുള്ള ആ വലിയ വീട്ടിലേക്ക് ദക്ഷിണിന്റെ കാർ കയറുമ്പോൾ അവന്റെ മനസ്സിൽ ഒരു തരി പോലും സന്തോഷം ഉണ്ടായിരുന്നില്ല. UK-യിൽ നിന്നും തിരികെ വരുന്ന തനിക്കായി അവിടെ കാത്തിരിക്കുന്നത് സ്നേഹമുള്ളൊരു കുടുംബമല്ല എന്ന് അവന് നന്നായി അറിയാം. കാറിൽ നിന്നിറങ്ങി വലിയ ഹാളിലേക്ക് കടക്കുമ്പോൾ തന്നെ അവനെ വരവേറ്റത് എല്ലാവരുടെയും തണുത്ത നോട്ടങ്ങളാണ്. വില കൂടിയ സോഫയിൽ വളരെ ഗൗരവത്തോടെ ഇരിക്കുന്ന അച്ഛൻ ശങ്കർദാസ് അവനെ കണ്ടതും പതുക്കെ എഴുന്നേറ്റു. മുഖത്തൊരു ചിരി പോലും ഇല്ലാതെ അദ്ദേഹം അവനോടായി പറഞ്ഞു തുടങ്ങി, നീ വരാനായി ഞാൻ ഇത്രയും നേരം കാത്തിരിക്കുകയായിരുന്നു. നാളെ മുതൽ നീ നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറായി ചുമതലയേൽക്കണം. അതിനാ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. ഇത് കേട്ടതും അരികിൽ നിന്നിരുന്ന ശങ്കറിന്റെ ഭാര്യ താര വല്ലാത്തൊരു ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു. അതെന്തിന് ഇങ്ങനെയൊരു തീരുമാനം? നിങ്ങളുടെ ജാരസന്ധതിയെ ഇനി കമ്പനിയിൽ കയറ്റാത്തതിന്റെ കൂടെ കുറവേ ഉള്ളൂ. ഇത്രയും വലിയ സ്ഥാനങ്ങൾ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവൻ ഇതൊന്നും നോക്കി നടത്താൻ പറ്റില്ല. താര വളരെ പുച്ഛത്തോടെ അവനെ നോക്കി പറഞ്ഞു. അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് താരയുടെയും ശങ്കറിന്റെയും മകനായ വിക്രവും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ പറഞ്ഞതാ ശരി, അവൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കമ്പനിയുടെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ടല്ലോ. വെറുതെ എന്തിനാ പുറത്തു നിന്നുള്ള ഒരാളെ ഇതിൽ കയറ്റുന്നത്? അതിന് മറുപടിയായി ശങ്കർ അവരൊന്ന് രൂക്ഷമായി നോക്കി. കമ്പനിയെ പറ്റിയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ ഇപ്പോഴും പ്രാപ്തനാണ്. അതിന് എനിക്ക് ആരുടെയും സഹായം വേണ്ട. ദക്ഷിൺ നാളെ തന്നെ അവിടെ ജോയിൻ ചെയ്യും. ഇനി ഇതിന്മേൽ ചർച്ചയില്ല. അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം റൂമിലേക്ക് നടന്നു. വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങി വന്ന തന്റെ മകന് സുഖമാണോ എന്ന് അന്വേഷിക്കാൻ പോലും അയാൾ മുതിർന്നില്ല. താരയും വിക്രവും കെറുവോടെ അവരവരുടെ റൂമുകളിലേക്കും പോയി. ആ വലിയ വീട്ടിൽ താനൊരു അന്യനാണെന്ന് ദക്ഷിന് പണ്ടേ അറിയാവുന്നതാണ്. അവൻ വെറുതെ ഒന്ന് തലകുലുക്കി അവിടെ നിന്നും നടന്നു. കോറിഡോറിലൂടെ നടക്കുമ്പോഴാണ് വീട്ടുജോലിക്കാരുടെ ഹെഡായ മാലതി അമ്മയെ അവൻ കാണുന്നത്. ആ വലിയ വീട്ടിൽ അവനോട് സ്നേഹമുള്ള കുറച്ചുപേരിൽ ഒരാളാണ് അവർ. എന്തൊക്കെയുണ്ട് മാലതിയമ്മ വിശേഷങ്ങള്? സുഖാണോ? ദക്ഷിൻ വളരെ സൗഹൃദത്തോടെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് സുഖം തന്നെ മോനെ. മോന് സുഖല്ലേ? എത്ര നാളായി കണ്ടിട്ട്. എന്താ കഴിക്കാൻ വേണ്ടത്? അവർ വളരെ വാത്സല്യത്തോടെ ചോദിച്ചു. ഇപ്പം വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഞാൻ ഫ്രഷ് ആയിട്ട് താഴേക്ക് വരാം. ആദ്യം അമ്മയുടെ സ്പെഷ്യൽ കോഫി, പിന്നെ ആലോചിക്കാം. ഉള്ളിലെ സങ്കടം മറച്ചു വെച്ചുകൊണ്ട് അവൻ അവരോട് പറഞ്ഞിട്ട് നേരെ തന്റെ മുറിയിലേക്ക് പോയി.
മുറിയിലെത്തി ബാഗ് കട്ടിലിലേക്ക് വെക്കുമ്പോഴാണ് അച്ഛന്റെ പേഴ്സണൽ അസിസ്റ്റന്റായ രാജൻ സാർ അങ്ങോട്ടേക്ക് വന്നത്. മോനെ ദക്ഷിൻ, എങ്ങനെയുണ്ടായിരുന്നു നിന്റെ യാത്ര? വല്ലാതെ ക്ഷീണിച്ചല്ലോ. രാജൻ സാർ വളരെ സ്നേഹത്തോടെ അവന്റെ തോളിൽ കൈവച്ച് ചോദിച്ചു. അതൊക്കെ അങ്കിളിന് വെറുതെ തോന്നുന്നതാ. മുഖത്ത് ചിരി വരുത്തിക്കൊണ്ട് അവൻ പറയുന്നത് കണ്ടപ്പോഴേക്കും താഴെ നടന്നത് പലതും രാജന് ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു. മോൻ കമ്പനിയിൽ ജോയിൻ ആയതിന് താരമേട എന്തെങ്കിലും പറഞ്ഞോ? അദ്ദേഹത്തിന്റെ ആ സ്നേഹം കണ്ടതും ദക്ഷിന്റെ സങ്കടം അണപ്പൊട്ടി. അവൻ നിരാശയോടെ കട്ടിലിലേക്കിരുന്നു. തന്റെ ഭർത്താവിന്റെ ജാരസന്ധതയോട് അവർ ഇപ്പം കാണിക്കുന്ന പെരുമാറ്റം തന്നെ വലുതല്ലേ അങ്കിളെ? സ്വന്തമായൊരു മകനില്ലാതിരുന്നതുകൊണ്ട് മാത്രമല്ലേ അവരെ ഇഷ്ടമല്ലെങ്കിലും എന്നെ ദത്തെടുത്തത്? അല്ലെങ്കിലും സ്വന്തം അമ്മയ്ക്ക് പോലും വേണ്ടാത്തവൻ എല്ലാവർക്കും അന്യം തന്നെയാണ്. മോനെ, അങ്ങനെ പറയല്ലേ. ശങ്കർ സാറിന് മോനെ ഇഷ്ടമൊക്കെ തന്നെയാണ്. പിന്നെ താരമേടത്തിനെയും വിക്രമനെയും ഭയന്ന് അകൽച്ച കാണിക്കുന്നു എന്നേയുള്ളൂ. രാജൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അവൻ അയാളെ തടഞ്ഞു. അങ്കിൾ എൻ്റെ അച്ഛനെ ന്യായീകരിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. എനിക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ. അതിന് മറുപടിയായി അയാൾ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ഫ്രഷായിട്ട് താഴേക്ക് വാ. ഫുഡിന് ശേഷം നാളത്തേക്കുള്ള എല്ലാം ഞാനൊന്ന് പറഞ്ഞു തരാം. ഓക്കെ അങ്കിൾ. അയാൾ പോയതിനു ശേഷം അവൻ ആ റൂമിൽ വളരെയധികം ഏകാന്തത അനുഭവപ്പെട്ടു. ലണ്ടനിൽ ഒറ്റയ്ക്ക് വർഷങ്ങളോളം ജീവിച്ചപ്പോൾ പോലും ഇല്ലാതിരുന്ന ഏകാന്തത. എല്ലാം ഉണ്ടായിട്ടും താൻ ഈ ലോകത്ത് തീർത്തും ഒറ്റയ്ക്കാണെന്ന് അവന് തോന്നി. ഈ വലിയ കൊട്ടാരത്തിൽ താനൊരു തടവുകാരനെ പോലെയാണ്. പെട്ടെന്നാണ് അവന്റെ മനസ്സിലേക്ക് ഹരിപ്രിയയുടെ മുഖം കടന്നു വന്നത്. അവൾ സാഹചര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടതായിരുന്നു. പണം നഷ്ടപ്പെട്ട് പെരുവഴിയിലായിട്ടും അവൾ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾക്കൊന്നുമില്ലെങ്കിലും അവളുടേതായ ഒരു ആത്മവിശ്വാസമുണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിട്ടും താൻ ഇത്ര ഒറ്റയ്ക്കാണെന്ന് അവൻ ചിന്തിച്ചു. അവളോട് സംസാരിച്ചാൽ തന്റെ വലിയ സങ്കടം കുറയുമെന്ന് അവൻ എന്തോ തോന്നി. അവൻ വേഗത്തിൽ തന്റെ ഫോണെടുത്ത് അവൾ കൊടുത്ത നമ്പറിലേക്ക് വിളിച്ചു. നിങ്ങൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് എന്ന മറുപടിയാണ് അവന് ലഭിച്ചത്. ബാംഗ്ലൂരിലെ സംഭവം കഴിഞ്ഞിട്ട് 2 ദിവസമായിരുന്നു. അവൾ വീട്ടിലെത്തി കാണുമായിരിക്കുമോ? ഇനി ഫോൺ വേറെ മേടിക്കാൻ പറ്റിയില്ലേ? ഓരോന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവൻ ഫ്രഷ് ആവാനായി കയറി. യാത്രയുടെ ക്ഷീണം മാറ്റാൻ ചൂടുള്ളൊരു കപ്പ് കാപ്പി കുടിക്കാമെന്ന് കരുതി അവൻ താഴെ അടുക്കളയുടെ ഭാഗത്തേക്ക് നടന്നു. വലിയ ഡൈനിങ് ഹാളിന്റെ സൈഡിലായി താഴെ വീണുപോയ കുറച്ച് പാത്രങ്ങൾ ഒരു പെൺകുട്ടി വളരെ ബുദ്ധിമുട്ടി കുനിഞ്ഞു നിന്ന് പെറുക്കി വെക്കുന്നുണ്ടായിരുന്നു. വീട്ടുജോലിക്കാരുടെ പഴയൊരു യൂണിഫോമായിരുന്നു അവൾ ഇട്ടിരുന്നത്. അത് കണ്ട് സഹായത്തിനായി അവൻ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കുനിഞ്ഞതും ആ പെൺകുട്ടി പെട്ടെന്ന് തലയുയർത്തി അവനെ നോക്കി. അവന്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചതുപോലെ അവന് തോന്നി. അവൻ വലിയ അത്ഭുതത്തോടെ അവളെ തന്നെ നോക്കി നിന്നുപോയി. അത് ഹരിപ്രിയയായിരുന്നു. അവളുടെ മുഖത്തും അവനെ അവിടെ കണ്ടതിന്റെ വലിയൊരു ഞെട്ടലുണ്ടായിരുന്നു. ആ വലിയ വീട്ടിൽ ഒരു ജോലിക്കാരിയുടെ വേഷത്തിൽ അവളെ അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവളും അവനെ അവിടെ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് അവിടേക്ക് മാലതിയമ്മ ഓടി വന്നു. മോനെ, ഇതെന്റെ മകളാ ഹരിപ്രിയ. ഇവൾ ഇനി ഇവിടെ എന്നെ സഹായിക്കാൻ വേണ്ടിയുണ്ടാവും. മാലതിയമ്മ അവനെ നോക്കി വളരെ സന്തോഷത്തോടെ പറഞ്ഞു. ദക്ഷിൻ ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ ഹരിപ്രിയയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു പോയി. ഈ വലിയ വീട്ടിലെ അന്യനായ അവകാശിയും ഈ വീടിന്റെ പുതിയ ജോലിക്കാരെയും പരസ്പരം നോക്കി നിൽക്കുമ്പോൾ അവളുടെ മനോഹരമായ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഈ വലിയ കൊട്ടാരം പോലെയുള്ള വീട്ടിലെ അവകാശിയാണ് തന്നെ എന്ന് ബാംഗ്ലൂരിലെ ഇരുണ്ട തെരുവുകളിൽ വെച്ച് ഗുണ്ടകളിൽ നിന്നും രക്ഷിച്ചതെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ ദയനീയമായ ഈ അവസ്ഥ അവൻ കണ്ടതിൽ അവൾക്ക് നാണക്കേട് തോന്നി. ചുറ്റും നിൽക്കുന്നവർ ഇതൊക്കെ കാണുന്നുണ്ടോ എന്നവൾ വല്ലാതെ ഭയന്നു. സോറി സാർ, അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. പിന്നെ രണ്ടാമതൊന്ന് അവനെ നോക്കാൻ നിൽക്കാതെ നിലത്തു നിന്നും പാത്രങ്ങളെല്ലാം വാരിക്കൂട്ടി അവൾ വേഗത്തിൽ അടുക്കളയിലേക്ക് ഓടി മറഞ്ഞു. ദക്ഷിണും അവൾ ഇങ്ങനെ കണ്ട ഷോക്കിലായിരുന്നു. അവൾക്ക് പുറകെ പോകാനും അവളുടെ കാര്യങ്ങൾ തുറക്കാനും ദക്ഷിണെ അതിയായ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചു. ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് വന്ന താര തന്നെ ശ്രദ്ധിക്കുന്നത് അവൻ കണ്ടിരുന്നു. രാത്രി ജോലിക്കാരുടെ ആ ചെറിയ ഇരുണ്ട മുറിയിലെത്തിയ ഹരിപ്രിയയ്ക്ക് ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവളുടെ മനസ്സ് മുഴുവൻ ദക്ഷിണിൽ തങ്ങി നിൽക്കുകയായിരുന്നു. തന്നെ രക്ഷിച്ച ആ ധൈര്യശാലിയായ ചെറുപ്പക്കാരൻ ഈ വലിയ സാമ്രാജ്യത്തിന്റെ അവകാശിയാണെന്ന സത്യം ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ തന്റെ പേഴ്സിൽ നിന്ന് ഒരു 500 രൂപ എടുത്തു. അമ്മ ഉറങ്ങുന്നത് വരെ അവൾ കാത്തിരുന്നു. മാലതിയമ്മ നല്ല ഉറക്കത്തിലാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആ 500 രൂപയും കയ്യിൽ പിടിച്ച് അവൾ ശബ്ദമുണ്ടാക്കാതെ മുറിയിൽ നിന്നും പുറത്തിറങ്ങി. ആരും കാണാതെ വളരെ ശ്രദ്ധിച്ചാണ് അവൾ ദക്ഷിണിന്റെ മുറി ലക്ഷ്യമാക്കി നടന്നത്. അതേസമയം തന്റെ വലിയ ആഡംബര മുറിയിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്ന ദക്ഷിണിന്റെ മനസ്സിലും അവളായിരുന്നു. ബാംഗ്ലൂരിൽ അത്രയും ആത്മവിശ്വാസത്തോടെ സംസാരിച്ച പെൺകുട്ടിയെ ഈ വീട്ടിലെ വെറുമൊരു ജോലിക്കാരിയായി കാണുമെന്ന് അവൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല.
പെട്ടെന്നാണ് അവന്റെ മുറിയുടെ വാതിലിൽ പതുക്കെ ഒരു മുട്ട് കേട്ടത്. വാതിൽ തുറന്ന് അവൻ ശരിക്കും ഞെട്ടിപ്പോയി. മുന്നിൽ ഹരിപ്രിയ നിൽക്കുന്നു. സർ, ഞാൻ ഇത് തരാൻ അവൾ പറഞ്ഞു കഴിയുന്നതിന് മുന്നേ തന്നെ അവൻ അവളുടെ കൈ പിടിച്ച് അവളെ തന്റെ മുറിയിലേക്ക് കയറ്റി വാതിൽ കൊട്ടിയടച്ചു. അയ്യോ സാർ, ഇതെന്താ ചെയ്യുന്നേ? അവൻ അവളുടെ ചുണ്ടിലായി തന്റെ വിരലുകൾ അമർത്തി പറഞ്ഞു. അവന്റെ ആ പ്രവൃത്തിയിൽ അവൾ അമ്പരന്ന് പോയി. സാർ, ഇതാ സാർ അന്ന് തന്ന പൈസ. അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ ആ 500 രൂപ അവന്റെ നേരെ നീട്ടി. എനിക്ക് കുറച്ച് സമയം കിട്ടിയത് ഇപ്പോഴാ. അവൻ അവളിലേക്കും ആ പൈസയിലേക്ക് മാറി മാറി നോക്കി. എന്നിട്ടൊന്ന് നിശ്വസിച്ചുകൊണ്ട് ആ പണം വാങ്ങി. പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട് സർ. ബാംഗ്ലൂരിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി ദയവ് ചെയ്തെൻ്റെ അമ്മയോടോ ഇവിടെ മറ്റാരെങ്കിലുമോടോ പറയരുത്. എൻ്റെ അമ്മ ആ സങ്കടം കൂടി താങ്ങില്ല. അവൾ ഇത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി. എന്നെ സോർ എന്ന് വിളിക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ടില്ലേ? അവന്റെ ദേഷ്യത്തിൽ അവൾ ഒന്ന് ഞെട്ടി. അത് മനസ്സിലാക്കിയ അവൻ കുറച്ച് സൗമ്യമായി അവളോട് ചോദിച്ചു, നീ മാലതിയമ്മയുടെ മകളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നീ എന്ത് ഇങ്ങനെ ഇവിടെ? അവൾക്ക് സങ്കടമാവാത്ത രീതിയിൽ വളരെ ശ്രദ്ധിച്ചായിരുന്നു അവൻ അത് ചോദിച്ചത്. ജീവിതം അങ്ങനെയൊക്കെയാണ് സർ. അവളുടെ വിളി കേട്ട് അവൻ വീണ്ടും അവളെ കൂർപ്പിച്ചു നോക്കി. എനിക്ക് ഇങ്ങനെ അല്ലാതെ വിളിക്കാൻ പറ്റില്ല ദക്ഷിൺ. ഞാനിപ്പോ നിങ്ങളുടെ വീട്ടിലൊരു ജോലിക്കാരി മാത്രമാണ്. അപ്പോ ഇപ്പം പേര് വിളിച്ചല്ലോ? അവൻ കുസൃതിയോടെ ചോദിച്ചപ്പോൾ അവൾ തെല്ലൊരു ദേഷ്യത്തോടെ അവനെ നോക്കി. നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ. നമ്മൾ മാത്രമുള്ളപ്പോ പ്രിയ എന്നെ പേര് വിളിച്ചാ മതി. അതിന് മറുപടിയായി അവൾ എന്തോ പറയാൻ വന്നു. പക്ഷെ ഒന്നും പറയാതെ ഞാൻ പോവാ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തന്റെ റൂമിലേക്ക് നടന്നു. അപ്പോഴും അവളുടെ മനസ്സ് അവൻ പറഞ്ഞ നമ്മൾ മാത്രം എന്നതിൽ തങ്ങി നിന്നു. അവളുടെ ആ പോക്ക് കണ്ടപ്പോൾ ദക്ഷിണിന് വല്ലാത്ത വേദന തോന്നി. പിറ്റേ ദിവസം രാവിലെ ദക്ഷിൺ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ അവളെ ഒന്നുകൂടി കാണാൻ അവന് ആഗ്രഹമുണ്ടായിരുന്നു. ഡൈനിങ് ഹാളിലും മുറ്റത്തുമെല്ലാം അവന്റെ കണ്ണുകൾ അവളെ തിരഞ്ഞു. പക്ഷെ അവൾ അവനു മുന്നിൽ വരാതെ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി നടന്നു. കമ്പനിയിലെ തന്റെ ആദ്യത്തെ ദിവസമായിട്ടും ദക്ഷിണിന്റെ മനസ്സിൽ പ്രിയയുടെ സങ്കടം നിറഞ്ഞ മുഖമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം രാജൻ സാർ അവന്റെ ക്യാബിനിൽ വന്നപ്പോൾ അവൻ പ്രിയയെക്കുറിച്ച് ചോദിച്ചു. അവൾ നല്ല മിടുക്കിയായൊരു നല്ല കുട്ടിയായിരുന്നു മോനെ. BBA ചെയ്യായിരുന്നു. പക്ഷേ പെട്ടെന്ന് അവർക്ക് വലിയ കടബാധ്യതകൾ വന്നു. ബാങ്കുകാര് വീട് ജപ്തി ചെയ്തു. അങ്ങനെ പഠിത്തം പാതി വഴിയിൽ നിർത്തേണ്ടി വന്നു. രാജൻ സാർ വലിയൊരു നെടുവീർപ്പോടെ പറഞ്ഞു. പിന്നെ അവരെ ഇവിടെ താമസിപ്പിക്കാൻ നിന്റെ അച്ഛൻ സമ്മതിച്ചത് ഒരു കാരുണ്യവും കൊണ്ടല്ല. നിന്റെ ജനനത്തിന്റെ സത്യങ്ങൾ മാലതിയമ്മയ്ക്ക് നന്നായി അറിയാം. അതിൽ അവരെങ്ങാനും പുറത്തു പറഞ്ഞാലൊന്ന് പേടികൊണ്ടാ ശങ്കർ സാർ അവരെ ഈ വീട്ടിൽ തന്നെ നിർത്താൻ തീരുമാനിച്ചത്. ഇത് കേട്ടപ്പോൾ ദക്ഷിണിന് തന്റെ അച്ഛനോട് വല്ലാത്ത ദേഷ്യവും പുച്ഛവും തോന്നി. ഒരു പാവം പെൺകുട്ടിയുടെയും അമ്മയുടെയും ഗതികേട് വെച്ചാണ് അച്ഛൻ വിലപേശുന്നതെന്ന് അവന് മനസ്സിലായി. വൈകുന്നേരം ഓഫീസിലെ ജോലികളെല്ലാം തീർത്ത് ദക്ഷിൺ വീട്ടിലേക്ക് മടങ്ങിയെത്തി. വളരെ ക്ഷീണിച്ചാണ് അവൻ വന്നത്. എന്നാൽ ഹാളിലേക്ക് കാലെടുത്ത് വെച്ചതും അവൻ കേട്ടത് വിക്രമിന്റെ ദേഷ്യം പിടിച്ച വലിയ അലർച്ചയാണ്. അവൻ വേഗത്തിൽ അങ്ങോട്ടേക്ക് നടന്നു. നിനക്കൊക്കെ എന്താ അഹങ്കാരാടി? എന്റെ മേത്ത് തന്നെ നീ ജ്യൂസ് വീഴ്ത്തോ? നിനക്ക് കണ്ണു കണ്ടൂടെ? അവിടെ ഹരിപ്രിയ പേടിച്ചു വിറച്ച് നിൽക്കുന്നുണ്ട്. നിലത്ത് ഒരു ഗ്ലാസ് വീണ് പൊട്ടിക്കിടപ്പുണ്ട്. വിക്രമിന്റെ വില കൂടിയ ഷർട്ടിൽ കുറച്ച് ജ്യൂസ് വീണിട്ടുണ്ട്. സോഫയിൽ ഇതൊന്നും തടയാൻ ശ്രമിക്കാതെ ഒരു ചെറിയ ചിരിയോടെ താരയും ഇരിപ്പുണ്ട്. സോറി സർ, എന്റെ കൈ അറിയാതെ തട്ടിയതാ, ക്ഷമിക്കണം. പ്രിയ വലിയ ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ വിക്രം അതൊന്നും കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. നിന്റെയൊക്കെ സോറി കേൾക്കാനാണോടി ഞാൻ ഇവിടെ നിൽക്കുന്നത്? നിന്നെ ഇന്ന് ഞാൻ എന്ന് ആക്രോശിച്ചുകൊണ്ട് വിക്രം അവൾ അടിക്കാനായി തന്റെ വലതു കൈ വായുവിൽ അതിശക്തിയായി ഉയർത്തി. ഹരിപ്രിയെ പേടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചു. പക്ഷെ വിക്രമിന്റെ കൈ അവളുടെ കവിളിൽ വീണില്ല. അതിനു മുൻപ് വളരെ ശക്തിയോടെ വേറൊരു കൈ വന്ന് വിക്രമിന്റെ കൈത്തണ്ടയിൽ ഇറുക്കി പിടിച്ചു. വിക്രം ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അത് ദക്ഷിണായിരുന്നു. അവന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെ ജോലിക്കാരും താരയും അടക്കം എല്ലാവരും ശ്വാസം അടക്കി പിടിച്ച് ആ കാഴ്ച അത്ഭുതത്തോടെ നോക്കി നിന്നു. ഈ വലിയ വീട്ടിലെ വെറുമൊരു ജോലിക്കാരിയെ രക്ഷിക്കാൻ ദക്ഷിൺ വിക്രമിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. അവളുടെ ദേഹത്ത് തൊട്ടുപോരുത് വിക്രം, ദക്ഷിൺ പല്ലിറുമിക്കൊണ്ട് വളരെ പതുക്കെ എന്നാൽ ഭയപ്പെടുത്തുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ആ വലിയ ഹാളിൽ വല്ലാത്തൊരു നിശബ്ദത തളം കെട്ടി നിന്നു. ഇനി എന്ത് സംഭവിക്കുമെന്നറിയാതെ ഹരിപ്രിയ വിറയലോടെ ദക്ഷിണിനെ തന്നെ നോക്കി നിന്നു പോയി. ദക്ഷിണിന്റെ ആ പ്രവൃത്തി കണ്ട് ഹാളിലുണ്ടായിരുന്ന എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു നിന്നു. വിക്രം പെട്ടെന്ന് തന്നെ തന്റെ കൈ ദക്ഷിണിന്റെ പിടിയിൽ നിന്നും വിടുവിച്ചു.
അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു പകയുണ്ടായിരുന്നു. നീ എന്താടാ കാണിക്കുന്നത്? നീ ആരാ ഇവളെ സംരക്ഷിക്കാൻ? ഒരു ജോലിക്കാരിയേക്കാൾ വലിയ വിലയൊന്നും നിനക്ക് ഈ വീട്ടിലില്ല എന്ന് ഓർക്കുന്നത് നല്ലതാ. വിക്രം വളരെ പുച്ഛത്തോടെ ദക്ഷിണിനെ നോക്കി പറഞ്ഞു. അത് നീ തീരുമാനിക്കേണ്ട വിക്രം. അറിയാതെ പറ്റിയൊരു ചെറിയ തെറ്റിന് ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് കൈവയ്ക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ദക്ഷിൺ ഒട്ടും ഭയമില്ലാതെ അവന് മറുപടി നൽകി. അപ്പോഴേക്കും ബഹളം കേട്ട് ശങ്കർദാസ് അങ്ങോട്ടേക്ക് വന്നു. കാര്യങ്ങൾ മനസ്സിലാക്കിയ അദ്ദേഹം ദക്ഷിണിനെ വളരെ രൂക്ഷമായി നോക്കി. സ്വന്തം മനിയുടെ മേൽ കൈവയ്ക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു ദക്ഷിൺ? ഒരു ജോലിക്കാരിക്ക് വേണ്ടി സ്വന്തം ചോരയെ അപമാനിക്കുന്നത് എനിക്ക് ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല. ശങ്കർ വളരെ തണുത്ത സ്വരത്തിൽ മുന്നറിയിപ്പ് നൽകി. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ദക്ഷിണിന്റെ ചുണ്ടിൽ ഒരു പുച്ഛം നിറഞ്ഞ ചിരി വന്നു. സ്വന്തം ചോര, അവൻ മനസ്സിൽ പറഞ്ഞു. ഇവൻ ആരാ എന്റെ മോന്റെ കൈ പിടിക്കാൻ? അവനെ ഇഷ്ടമുള്ളത് ചെയ്യും. താരയും അതിനോടകം അംഗത്തിന് തയ്യാറെടുത്തിരുന്നു. അവന്റെ ചിരിയുടെ അർത്ഥം മനസ്സിലാക്കിയ ശങ്കർ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ വിക്രമിനെയും താരയെയും അവിടെ നിന്നും കൊണ്ടുപോയി. എല്ലാവരും പോയ ശേഷം ദക്ഷിൺ ഹരിപ്രിയയുടെ അടുത്തേക്ക് തിരിഞ്ഞു. അവൾ അപ്പോഴും ഭയം മാറാതെ വിറയ്ക്കുകയായിരുന്നു. പ്രിയ, എന്താ പറ്റിയേ? അവൻ വളരെ സ്നേഹത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്നു. പക്ഷേ അവൾ പെട്ടെന്ന് 2 അടി പിന്നിലേക്ക് മാറി. ദയവ് ചെയ്ത് എന്നെ സഹായിക്കാൻ വരരുത് ദക്ഷിൺ. അല്ല സാർ, നിങ്ങൾ കാരണം എനിക്ക് ഈ വീടും ജോലിയും കൂടി നഷ്ടപ്പെടാൻ ഇടയാക്കരുത്. എന്റെ അമ്മയെ പറ്റി ഓർത്തെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടണം. നമ്മൾ തമ്മിൽ ഒരുപാട് വലിയ വ്യത്യാസങ്ങളുണ്ട്. അതും പറഞ്ഞുകൊണ്ട് അവൾ വേഗത്തിൽ അവിടെ നിന്ന് മൂടി മറഞ്ഞു. അവളുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞത് അവൻ ശ്രദ്ധിച്ചിരുന്നു. അവളുടെ ആ വാക്കുകൾ ദക്ഷിണിന്റെ ഹൃദയത്തിൽ വല്ലാതെ കൊണ്ടു. അവൾ ഒരിക്കലും ഒരു ജോലിക്കാരിയായി ജീവിക്കേണ്ടവളല്ല എന്ന് അവന് തോന്നി. അവളെ ആ അവസ്ഥയിൽ നിന്നും എങ്ങനെയും പുറത്തു കൊണ്ടുവരണമെന്ന് അവൻ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ ഓഫീസിലെത്തിയ അവൻ നേരെ പോയത് രാജൻ സാറിന്റെ ക്യാബിനിലേക്കാണ്. രാജൻ അങ്കിൾ, എനിക്കൊരു സഹായം ചെയ്യാമോ? മുഖവുരയില്ലാതെ അവൻ പറഞ്ഞു തുടങ്ങി. നമ്മുടെ ഹരിപ്രിയ BBA പഠിച്ചിരുന്നതല്ലേ? എന്റെ മാർക്കറ്റിംഗ് ടീമില് ഇപ്പോൾ ഒരു ഇന്റേൺ വേണം. അവളെ പോസ്റ്റിലേക്ക് നിയമിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്കവിടെ വേറെ ആരെയും വിശ്വാസമില്ലാത്തത് കൊണ്ടാ. മാത്രമല്ല, ആ കുട്ടി നല്ലോണം പഠിച്ചിരുന്നതല്ലേ? അവൻ വളരെ തന്ത്രപരമായി ചോദിച്ചു. രാജൻ സർ അല്പനേരം ആലോചിച്ചു. അതൊരു നല്ല സജഷനാ. അവളുടെ പഠിപ്പ് പൂർത്തിയായില്ലെങ്കിലും ഒരു ഇന്റേണായി എടുക്കാൻ കമ്പനിയുടെ റൂൾസിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രിയയുടെ കാര്യത്തിൽ നിനക്കെന്താ പ്രത്യേക താല്പര്യമുള്ള പോലെ? ഇന്നലെ നടന്നതൊക്കെ അങ്കിൾ അറിഞ്ഞതല്ലേ? വെറുതെ അല്ല അങ്കിൾ. ആ വീട്ടില് ആരുടെ അടുത്ത് നിന്നും കിട്ടാത്ത സ്നേഹം എനിക്ക് കിട്ടിയത് മാലതിയമ്മയുടെ അടുത്ത് നിന്നാ. അവരുടെ മകളൊരു വീട്ടുജോലിക്കാരിയായി നിൽക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞ അച്ഛൻ ചിലപ്പോ വേറെ എന്തെങ്കിലും കരുതും. അതാ അങ്കിളിനോട് പറഞ്ഞത്, അവൻ വിശദീകരിച്ചു. ശരി, ഞാൻ ശങ്കർ സാറിനോട് സംസാരിച്ചിട്ട് എങ്ങനെയെങ്കിലും ശരിയാക്കാം. അവൾക്കും അതൊരു വലിയ സഹായമാവും. ദക്ഷിണിന് അത് കേട്ടപ്പോൾ വലിയ ആശ്വാസം തോന്നി. അവൾക്ക് ആ ഇരുണ്ട മുറിയിൽ നിന്നും അടുക്കള പണിയിൽ നിന്നും ഒരു മോചനം കൊടുക്കാൻ കഴിയുന്നതിൽ അവന് വലിയ സന്തോഷം തോന്നി. അന്നുച്ചയ്ക്ക് കമ്പനിയുടെ ബോർഡ് മീറ്റിംഗിൽ ദക്ഷിണിന്റെ ആദ്യത്തെ പ്രസന്റേഷൻ ആയിരുന്നു. വിക്രം അവനെ നാണം കെടുത്താൻ അവിടെ വലിയൊരു കെണിയൊരുക്കിയിരുന്നു. ദക്ഷിൺ തയ്യാറാക്കിയ പ്രൊജക്ട് റിപ്പോർട്ടിലെ ചില പ്രധാനപ്പെട്ട കണക്കുകൾ വിക്രം രഹസ്യമായി മാറ്റിമറിച്ചിരുന്നു. മീറ്റിംഗ് തുടങ്ങി ദക്ഷിൺ പ്രസന്റേഷൻ തുടങ്ങിയപ്പോൾ വിക്രം ഒരു വിജയചിരിയോടെ നോക്കിയിരുന്നു. എന്നാൽ ദക്ഷിൺ ആ റിപ്പോർട്ടിലേക്ക് നോക്കുക പോലും ചെയ്തില്ല. അവൻ വളരെ ആത്മവിശ്വാസത്തോടെ യാതൊരു നോട്ട്സും ഇല്ലാതെ കമ്പനിയുടെ പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ വളരെ മനോഹരമായി ബോർഡിന് മുന്നിൽ അവതരിപ്പിച്ചു. UK-യിലെ അവന്റെ പഠനം അവന് വലിയ ഗുണം ചെയ്തു. അവന്റെ ബുദ്ധിപരമായ നീക്കങ്ങൾ കണ്ട് ബോർഡ് മെമ്പർമാർ ഒന്നടങ്കം കൈയടിച്ചു. വിക്രമിന്റെ മുഖം ദേഷ്യം കൊണ്ടും നാണക്കേട് കൊണ്ടും ചുവന്നു. തന്റെ പ്ലാൻ പൊളിഞ്ഞതിന്റെ ദേഷ്യത്തിൽ അവൻ മീറ്റിംഗ് തീരും മുൻപേ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. വൈകുന്നേരം വലിയ സന്തോഷത്തോടെയാണ് ദക്ഷിൺ വീട്ടിലേക്ക് എത്തിയത്. എന്നാൽ അവിടെ അവനെ കാത്തിരുന്നത് മറ്റൊരു കാഴ്ചയായിരുന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. താര പകരം വീട്ടാനായി ഹരിപ്രിയയെ വീടിന്റെ പുറകിലുള്ള പഴയ ഔട്ട് ഹൗസ് വൃത്തിയാക്കാൻ ഒറ്റയ്ക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ തണുപ്പത്തും അവൾ അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് കണ്ട് ദക്ഷിണിന് വല്ലാത്ത സങ്കടം വന്നു. അവൻ വേഗത്തിൽ അവളുടെ അടുത്തേക്ക് ചെന്നു. നീ എന്തെങ്കിലും മഴയത്തീ പണി ചെയ്യുന്നത്? ഉള്ളിലേക്ക് വാ പ്രിയ, അവൻ അവളെ നിർബന്ധിച്ചു. വേണ്ട സർ, മേഡം വഴക്ക് പറയും. ഈ പണി തീർക്കാതെ അകത്തേക്ക് കയറാൻ പാടില്ലെന്നാ പറഞ്ഞത്, അവൾ പേടിയോടെ പറഞ്ഞു. അവൻ അതൊന്നും കേൾക്കാതെ അവളുടെ കയ്യിൽ നിന്നും ചൂല് വാങ്ങി. ആ തണുപ്പത്ത് അവളോടൊപ്പം ചേർന്ന് അവിടെ വൃത്തിയാക്കാൻ തുടങ്ങി. അവൾ വേണ്ട എന്ന് പല ആവർത്തി പറഞ്ഞിട്ടും അവൻ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. മഴയുടെ ചെറിയ തണുപ്പും ആ ഏകാന്തതയും അവർക്കിടയിൽ വല്ലാത്തൊരു നിശബ്ദത ഉണ്ടാക്കി. ദക്ഷിൺ വളരെ സ്നേഹത്തോടെ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവളും ഇടയ്ക്കിടെ അവനെ ഉളിക്കണ്ണാൽ നോക്കുന്നുണ്ടായിരുന്നു.
രണ്ടുപേരുടെയും മനസ്സിൽ പറയാതെ പോയ എന്തൊക്കെയോ കാര്യങ്ങൾ ഉള്ളതുപോലെ. എന്താണെന്നറിയില്ല, നിന്റെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ മനസ്സ് വല്ലാതെ ശാന്തമാകുന്നത് പോലെ തോന്നുന്നു. അവൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. അതിന് മറുപടിയായി അവൾ എന്തോ പറയാൻ തുടങ്ങി. പെട്ടെന്നാണ് ആ ഇരുട്ടിലേക്ക് ഒരു കാറിന്റെ ഹെഡ്ലൈറ്റ് വെളിച്ചം വളരെ ശക്തിയായി അടിച്ചത്. കാറിൽ നിന്നും വളരെ വെൽ ഡ്രസ്ഡ് ആയൊരു യുവാവ് പുറത്തിറങ്ങി. ദക്ഷിൺ പ്രിയയുടെ കൈകളിൽ പിടിച്ചിരിക്കുന്നത് അവൻ കൃത്യമായി കണ്ടു. അവന്റെ മുഖത്ത് വളരെ കുടിലമായൊരു ചിരി വിടർന്നു. ദക്ഷിണിന്റെ വലിയൊരു രഹസ്യം തന്റെ കയ്യിൽ കിട്ടിയ സന്തോഷമായിരുന്നു അവന്. അവൻ അവരെ തന്നെ നോക്കി കാറിനടുത്ത് നിന്നു. റോഹൻ. ദക്ഷിണിന്റെ വായിൽ നിന്നും ആ വാക്കുകൾ ഉയർന്നു. അവൻ പെട്ടെന്ന് തന്നെ പ്രിയയെ വലിച്ച് തന്റെ പുറകിലേക്കായി മാറ്റി നിർത്തി. ശങ്കർദാസിന്റെ സഹോദരിയുടെ മകനാണ് റോഹൻ. ചെറുപ്പം മുതലേ ദക്ഷിണിനോട് അവന് വല്ലാത്ത അസൂയയും ദേഷ്യവുമാണ്. എന്നാൽ റോഹന്റെ അനിയത്തി അനന്യയ്ക്ക് ദക്ഷിണിന്റെ ജീവനാണ്. അവനെ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണമെന്നാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ റോഹനും താരയ്ക്കുമൊക്കെ അനന്യ വിക്രമിനെ കല്യാണം കഴിക്കുന്നതിനോടായിരുന്നു താല്പര്യം. കാറിലെ വെളിച്ചത്തിൽ അവരുടെ നിൽപ്പ് കണ്ട് റോഹൻ ഒരു കുടിലമായ ചിരിയോടെ അടുത്തേക്ക് നടന്നു വന്നു. എന്താ ദക്ഷിണിത്, ലണ്ടനിൽ നിന്ന് വലിയ പഠിപ്പൊക്കെ കഴിഞ്ഞു വന്നപ്പോ നിന്റെ ടേസ്റ്റ് ഇത്രയും തരം താണോ? സ്വന്തം വീട്ടിലെ വേലക്കാരിയോടാണോ നിന്റെ ഒളിച്ചുകളിയും പ്രേമവും? റോഹൻ വളരെ പുച്ഛത്തോടെ അവനെ നോക്കി ചോദിച്ചു. റോഹൻ, നീ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. ഈ മഴയത്ത് അവൾ ഒറ്റയ്ക്ക് പണിയെടുക്കുന്നത് കണ്ടപ്പോ ഞാനൊന്ന് സഹായിക്കാൻ വന്നതാ. ദക്ഷിൺ എന്തോ പറയാൻ വന്നതും റോഹൻ അവനെ പെട്ടെന്ന് തടഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട ദക്ഷിൺ, നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അനിയത്തി അനന്യ നിന്നെ സ്വപ്നം കണ്ട് നടക്കുക. അവൾ എങ്ങാനും ഇതറിഞ്ഞാ വലിയ പ്രശ്നമാവും. നീ കാരണം അവളുടെ കണ്ണ് നിറഞ്ഞ പിന്നെ നിന്റെ വലിയ രഹസ്യം, നീ വേറൊരു ദത്തെടുത്ത ജാരസന്തതിയാണെന്ന സത്യം ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. അത് നീ മറക്കണ്ട, റോഹൻ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. റോഹൻ അതിവിടെ വെച്ച് പറയുമെന്ന് ദക്ഷിൺ കരുതിയില്ല. തന്റെ ഏറ്റവും വലിയ രഹസ്യം പ്രിയ എങ്ങനെ അറിയാൻ ഇടയായി എന്നത് അവൻ അരോചകമായി തോന്നി. അവൻ ഞെട്ടി പ്രിയയെ നോക്കി. പക്ഷെ അവൾ ഭാവമാറ്റമൊന്നും ഇല്ലാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾ ഇതിനെപ്പറ്റി നേരത്തെ തന്നെ അറിഞ്ഞു എന്ന് അവന് മനസ്സിലായി. ദക്ഷിൺ വേഗം പ്രിയയോട് അവിടെ നിന്നും അകത്തേക്ക് പോകാൻ കണ്ണുകൊണ്ട് കാണിച്ചു. അവൾ ഒന്നും മിണ്ടാതെ വേഗത്തിൽ തന്റെ മുറിയിലേക്ക് ഓടിപ്പോയി. നീ എന്താ ഇപ്പൊ ഇവിടെ? ദക്ഷിൺ ഗൗരവത്തോടെ റോഹനെ നോക്കി പറഞ്ഞു. അതെന്താടാ അങ്ങനൊരു ചോദ്യം? വർഷങ്ങൾക്ക് ശേഷം എന്റെ സ്വന്തം കസിൻ നാട്ടിൽ വരുമ്പോ ഞാൻ വന്ന് കാണണ്ടേ? അങ്ങനല്ലേ നാട്ടു നടപ്പ്. നിന്നെ കണ്ട് ഞങ്ങളൊക്കെ ഇവിടെ ജീവനോടെ ഉണ്ടെന്ന് ഒന്ന് അറിയിക്കാൻ വന്നതാ. അതും പറഞ്ഞുകൊണ്ട് റോഹൻ ഒരു വിജയച്ചിരിയോടെ ദക്ഷിണിനെ ഒന്നുകൂടി നോക്കിയിട്ട് അകത്തേക്ക് നടന്നു. ദക്ഷിണിന് വല്ലാത്തൊരു ഭയം തോന്നി തുടങ്ങിയിരുന്നു. എന്നാലും ഇവിടെ കണ്ട കാര്യങ്ങളൊന്നും അവൻ വീട്ടുകാരോട് പറയില്ല എന്ന് ദക്ഷിണി ഉറപ്പായിരുന്നു. വീട്ടുകാരൊക്കെ കണ്ട ശേഷം റോഹൻ അന്ന് തന്നെ മടങ്ങുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ ഡൈനിങ് ഹാളിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. രാജൻ സാറും അവിടെയുണ്ട്. അവിടേക്ക് ഹരിപ്രിയയും മാലതിയമ്മയും എല്ലാവർക്കുമുള്ള ചായയുമായി വന്നു. പെട്ടെന്ന് ശങ്കർദാസ് എല്ലാവരെയും നോക്കി വലിയൊരു തീരുമാനം പറഞ്ഞു. രാജൻ ഇന്നലെ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അത് ശരിയാണെന്ന് എനിക്കും തോന്നി. ആ കുട്ടി ഹരിപ്രിയ പകുതിക്ക് വെച്ച് നിർത്തിയെങ്കിലും BBA പഠിച്ചതല്ലേ. നാളെ മുതൽ ഹരിപ്രിയ നമ്മുടെ കമ്പനിയില് ദക്ഷിണിന്റെ മാർക്കറ്റിംഗ് ടീമിൽ ഒരു ഇന്റേണായി വർക്ക് ചെയ്യും. ഇവിടെ ഈ അടുക്കള പണിക്ക് അവളിനി നിൽക്കണ്ട. ഇത് കേട്ട് മാലതിയമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവർ കൈകൾ കൂപ്പി ശങ്കർദാസിനോട് നന്ദി പറഞ്ഞു. ഹരിപ്രിയ വലിയ അത്ഭുതത്തോടെ ദക്ഷിണിനെ നോക്കി. തനിക്ക് വേണ്ടി അവൻ രാജൻ സാർ വഴി അച്ഛനോട് സംസാരിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായി. ദക്ഷിണിന്റെ മുഖത്ത് വല്ലാത്തൊരു ആശ്വാസവും സന്തോഷവും ഉണ്ടായിരുന്നു. അവളിനി ആ പഴയ ജോലിക്കാരുടെ യൂണിഫോം ഇടണ്ടല്ലോ എന്നോർത്ത് അവന് സന്തോഷം തോന്നി. എന്നാൽ ഇത് കേട്ട് താരയും വിക്രവും ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. ഒരു വേലക്കാരിയെ കമ്പനിയിൽ കയറ്റിയാ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? താര ദേഷ്യത്തോടെ ചോദിച്ചു. അത് ഞാൻ തീരുമാനിക്കാൻ താര. എന്റെ കമ്പനിയിൽ ആര് വർക്ക് ചെയ്യണമെന്ന് എനിക്കറിയാം. ശങ്കർദാസ് അത് പറഞ്ഞതോടെ എല്ലാവരും നിശബ്ദരായി. വിക്രം അവിടെ ഇരുന്നു കൊണ്ട് ദക്ഷിണിനെയും ഹരിപ്രിയയെയും മാറി മാറി നോക്കുകയായിരുന്നു. അവരുടെ കണ്ണുകൾ തമ്മിൽ സംസാരിക്കുന്നത് അവൻ കൃത്യമായി ശ്രദ്ധിച്ചു. കഴിഞ്ഞ ദിവസത്തെ ദക്ഷിണിന്റെ ആ അടിയും പ്രിയയെ രക്ഷിക്കാൻ അവൻ കാണിച്ച ധൈര്യവും ഇപ്പോഴത്തെ ഈ പെട്ടെന്നുള്ള ഇന്റേൺഷിപ്പുമെല്ലാം വിക്രം കൂട്ടി വായിച്ചു. അവന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. അവൻ തന്റെ മനസ്സിൽ വലിയൊരു കുടിലബുദ്ധി മെനഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ് ദക്ഷിണ ഓഫീസിലേക്ക് പോകാനായി പുറത്തിറങ്ങി. തന്റെ കാറിനടുത്തേക്ക് നടക്കുമ്പോൾ വിക്രം അവന്റെ മുന്നിലേക്ക് വന്നു. വിക്രമിന്റെ മുഖത്ത് വളരെ വില്ലത്തരമുള്ളൊരു ചിരിയുണ്ടായിരുന്നു. അവൻ ദക്ഷിണിനെ അടിമുടി ഒന്ന് നോക്കി. എന്താ ദക്ഷിൺ, വലിയ സന്തോഷത്തിലാണല്ലോ. ഓ, വേലക്കാരിയെ കമ്പനിയിൽ കയറ്റിയതിന്റെ സന്തോഷമാണോ നിന്റെ മുഖത്ത്? വിക്രം പരിഹാസത്തോടെ ചോദിച്ചു. എനിക്ക് ഓഫീസിൽ പോകാൻ ധൃതിയുണ്ട് വിക്രം, വഴിയിൽ നിന്ന് മാറ് എന്ന് പറഞ്ഞ് ദക്ഷിൺ അവനെ ശ്രദ്ധിക്കാതെ കാറിന്റെ ഡോർ തുറക്കാൻ പോയി.
അപ്പോൾ വിക്രം അവന്റെ തോളിൽ വളരെ ശക്തിയായി പിടിച്ചു നിർത്തി. എന്നിട്ട് പതുക്കെ ദക്ഷിണന്റെ ചെവിയിൽ പറഞ്ഞു, നിനക്ക് കമ്പനിയിൽ ഒരുപാട് പവർ ഉണ്ടെന്ന് കാണിച്ച് എന്നോട് അഹങ്കരിക്കാനൊക്കെ പറ്റും. പക്ഷെ നിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണെന്ന് ഞാനിപ്പോൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. ആ വേലക്കാരി ഹരിപ്രിയ, അവളെ വെച്ച് ഞാൻ നിന്നെ പൂർണ്ണമായി ഇല്ലാതാക്കും ദക്ഷിൺ. അവളെ വെച്ച് ഞാൻ കളിക്കാൻ പോകുന്ന കളി നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. നിന്നെ ഈ കമ്പനിയിൽ നിന്നും ഈ വീട്ടിൽ നിന്നും ഞാൻ എന്നേക്കുമായി പുറത്താക്കും. ഇത് എന്റെ വാക്കാ. വിക്രം ഇത്രയും പറഞ്ഞുറക്കെ ചിരിച്ചുകൊണ്ട് അവന്റെ കാറിലേക്ക് കയറി വേഗത്തിൽ ഓടിച്ചു പോയി. ദക്ഷിണിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞു. തന്റെ പ്രിയപ്പെട്ട ഹരിപ്രിയയെ സംരക്ഷിക്കാൻ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അവൻ ആ വലിയ മുറ്റത്ത് അങ്ങനെ തന്നെ നിന്നുപോയി.